സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ്. മലപ്പുറം ജില്ലയുടെ അതിർത്തി കഴിഞ്ഞു അണ്ടത്തോട് മുതൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മണത്തല വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു സന്തോഷ വർത്താനുണ്ട് സുഹൃത്തുക്കളെ. മലപ്പുറം ജില്ല കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് മുതൽ ചാവക്കാട് മണത്തല വരെയുള്ള മെയിൻ ഹൈവേയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ആ ഒരു ചാവക്കാട് വരെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ഓടിക്കോളൂ. ഇത് കൂരിയാടാട്ടോ, പുലർച്ചെ കൂരിയാടുള്ള കോടൊക്കെയാണ്. എന്താ കോട അറിയോ? ഇവിടെ ഗഡർ വെക്കുന്ന അവസാന സ്പേരിൽ ഗഡർ വെക്കുന്ന പണികളാണ് ബാക്കി. ഈ കോട കണ്ടപ്പോൾ ഞാൻ എടുത്തതാട്ടോ. അതിരാവിലെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് പൊലച്ചൊക്കെ എണീറ്റ് കണ്ട് നേരെ നിസ്കാരം ഞാൻ ഇറങ്ങിയാൽ മതി. എങ്ങനെയുണ്ട് കോട? വേറെ ലെവലല്ലേ. അതായത് ഡിസംബറിലും ജനുവരിയിലൊക്കെ ഉള്ള ആ ഒരു സംഭവമാണ്. എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇടയ്ക്ക് ഇങ്ങനെ കാണാം. ഇന്ന് ഇത് കണ്ടപ്പോൾ എടുത്തു. പിന്നെ നമ്മളെപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീക്കണോണ്ട് ഇതേപോലത്തെ കോടകൾ നമുക്ക് എന്നും കാണാം. പാടം സൈഡിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു കോടൻ്റെ, അതായത് പുലർച്ചെ ഒരു കോടൻ്റെ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പാടം സൈഡിലേക്ക് തന്നെ വരണം. ഏതായാലും മലപ്പുറം ജില്ലയിൽ ഈ ഒരു കാണുന്ന സ്ഥലത്തൊക്കെ ടോള് കൊടുത്ത് പോകൽ തുടങ്ങി. കൂരിയാട് പാടത്ത് പണി തീരുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് തുടങ്ങുന്നത് ഒരു ശരിയായ പരിപാടിയല്ല എന്ന് ഞാനടക്കം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ ആ ഒരു നോട്ടീസിൽ കണ്ടെങ്കിൽ 39 കിലോമീറ്ററിനാണ് ഞങ്ങൾ ടോൾ വാങ്ങുന്നത്. അതായത് കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ മലപ്പുറം ജില്ലയുടെ ആ ഒരു ദൂരം ഉണ്ടല്ലോ, അതുവരെയുള്ള ടോളാണ് ഞങ്ങൾ വാങ്ങുന്നത്. മൊത്തത്തിൽ ടോൾ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ 200 രൂപയോലോ. അതായത് നിർമ്മാണ ചെലവ് എല്ലാം കൂടി കണക്കൂട്ടിക്കാണ്ടാണല്ലോ ടോൾ ഈടാക്കൽ. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഇതിൽ 200 രൂപയാണ് ടോൾ നിരക്ക്. അത് കുറക്കാൻ വേണ്ടിയിട്ട് 39 കിലോമീറ്റർ ആക്കി 145 രൂപയാക്കി. പാലങ്ങളുടെയും ഫ്ലൈ ഓവറിൻ്റെയൊക്കെ അണ്ടർപാസിൻ്റെയൊക്കെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടോളും കൂടും. നിർമ്മാണ ചെലവ് കൂടുമ്പോൾ ടോൾ പിരിവ് കൂടും. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഞാൻ ഈ പറഞ്ഞ അണ്ടത്തോട് മുതൽ കാപ്പിരിക്കാട് കഴിഞ്ഞു മണത്തല വരെ റോഡ് മാർക്കിംഗ്, ലൈൻ മാർക്കിംഗ് ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ഭാഗം വരെ ഫുള്ളായിട്ട് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്തതാണ്. അന്ന് ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു റംബിൾ സ്ട്രിപ്പ് ഇത് ഭയങ്കര ഒരു ഇടങ്ങേറുള്ളത് പോലെ ഇതിലൂടെ പോയ ആൾക്കാർ ഒരു പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ബിറ്റുമെൻ സർഫസ്, അതായത് ടാറിങ് അത്ര സുഖമില്ല എന്നുള്ളത്. ഏതായാലും ഇവിടെ വെച്ചിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, ഈ മഞ്ഞ വര റംബിൾ സ്പീഡ് ബ്രേക്കർ, ആ ഒരു സംഭവം കുറച്ച് കട്ടി കൂടിക്കണോന്ന് ഒരു സംശയം. എൻ്റെ സംശയമാണോ ഇനി പുതുക്കത്തിൽ ആ ഒരു തേയ്മാനം വന്നിട്ട് ഇങ്ങനെ ലെവലായി പോകലാണോ എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു കട്ടി കൂടിയ പോലെ. കാരണം മറ്റുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോഴൊന്നും ഇതേപോലത്തെ ചാട്ടം, ഇത്ര അധികത്തിലുള്ള ചാട്ടം ഉണ്ടാവില്ല. വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ടാട്ടോ, വണ്ടീൻ്റെ അങ്ങനെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി അമ്മാതിരി ചാട്ടാണ്. വെള്ള വരയ്ക്ക് 200, അതായത് 2 ആണെന്നുണ്ടെങ്കിൽ ഇതിന് 500. അത് 2 മഞ്ഞക്ക് 5 വെള്ളയ്ക്ക് 2, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഏതായാലും ഇവിടെ കുറച്ച് കട്ടി കൂടിക്കണമെന്നൊരു സംശയമുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ ബിറ്റുമൻ സർഫസ്, അതായത് ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് മലപ്പുറം ജില്ലേൻ്റെ ആ ഒരു സ്മൂത്ത് ഇവിടെ കിട്ടുന്നില്ല. ടാറിങ് പല സ്ഥലത്തും ഇങ്ങനെ ചാടിച്ചാടിയാണ് പോകുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അണ്ടത്തോട് ഭാഗം കഴിഞ്ഞു അകലാട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചെറിയ അങ്ങാടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ അണ്ടർപാസിൻ്റെ ഭാഗത്തും, അതായത് അണ്ടർപാസിലുള്ള സ്ഥലത്തൊക്കെ എക്സ്പാൻഷൻ ജോയിനിങ് പണികളൊക്കെ കഴിഞ്ഞു, റോഡ് മാർക്കിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് കൂടെ വന്നപ്പോൾ ഇവിടെ ഒന്നും ഈ റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലൈറ്റ് വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലേക്ക് ലൈറ്റ് ഉണ്ടാകൂലേ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. സർവീസ് റോഡിലേക്ക് ലൈറ്റ് ഇല്ലാതിരിക്കില്ല, ലൈറ്റ് എന്തായാലും വെക്കുമായിരിക്കും. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ സർവീസ് റോഡിലേക്ക് ലൈറ്റ് ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. അതെന്തായാലും ഉണ്ടാകും, കാരണം എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണല്ലോ. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്പാത്തിൻ്റെ പണി ഈ ഒരു ഭാഗത്തൊന്നും തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡ് ഇനി രണ്ടാമത് ടാർ ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട്. അതേപോലെ ആദ്യം റോഡിലുള്ള സ്ഥലത്ത് കൂടെ, അതായത് ആദ്യത്തെ 2 വരി റോഡ് താൽക്കാലിക സർവീസ് റോഡായിട്ട് ഉപയോഗിച്ച സ്ഥലത്തൊക്കെ അതൊക്കെ മാന്തി പൊളിച്ച് നല്ല രീതിയിൽ JSB വെറ്റ്മിക്സൊക്കെ ഇട്ട് സർവീസ് റോഡ് ഉണ്ടാക്കുന്ന പണികളാണ് ഇപ്പോൾ ഈ ഒരു അകലാട് ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരത്തിൽ റോഡ് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഡ്രോൺ നമ്മൾ ഈ ഒരു സൂര്യനോട് ചേർന്നിട്ട്, സൂര്യൻ്റെ നേരെ പോകുന്നതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ക്ലിയർ കമ്പി. നേരെ മറിച്ച് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും. കാപ്പിരിക്കാട് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ എക്സിറ്റ് ആണോ എൻട്രി ആണോ രണ്ടും മാർക്ക് ചെയ്തിട്ടില്ല. കറക്റ്റ് 1.5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പോയിന്റ് ഉള്ളത് കേട്ടോ. ഡ്രോണിൻ്റെ ആ ഒരു മീറ്റർ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, സർവീസ് റോഡിലേക്കും ലൈറ്റ് ഉണ്ട് കേട്ടോ. പല ഭാഗത്തും ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മെയിൻ ഗാരേജിലേക്ക് മാത്രമല്ല ലൈറ്റ് ഉള്ളത്, സർവീസ് റോഡിലേക്കും
പോസ്റ്റിൽ ലൈറ്റ് വെക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും വെക്കൽ തുടങ്ങിയിട്ടില്ല, ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിലൂടെ പോയപ്പോൾ ബിറ്റ്മിൻ ചെയ്യുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞു, മാർക്കിങ് കഴിഞ്ഞു, ഇതൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ പണി അന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്പാൻഷൻ ജോയിനിങ് പണികളായിരുന്നു അന്നിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 100-120 അടിച്ച് മിന്നി പോകുമ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഈ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്, പൊന്നാനി ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ റോഡ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയും അതേപോലെ പല ഭാഗത്തും റോഡ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല, അവിടെ ടോൾ കൊടുത്ത് പോകുന്ന റോഡാണ്. അപ്പോൾ യാതൊരുവിധ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് ആളുകൾ അടിച്ചു മിന്നി പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, നിലവിലുള്ള ആ 2 വരി റോഡുള്ള സ്ഥലത്തൊക്കെ മാന്തി പൊളിച്ചിട്ട് വെറ്റ്മിക്സ്, സാധാ JSB ഇട്ട് സർവീസ് റോഡ് ഉണ്ടാക്കില്ല, ഇത് സാധാ JSB അല്ല, വെറ്റ്മിക്സ് ആ ഒരു ക്വാളിറ്റിയോടെ കാണുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് സർവീസ് റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡ്രെയിനേജിൻ്റെ പണിയോട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇത്ര കട്ടിയിൽ സർവീസ് റോഡ് വരും കേട്ടോ. ഇതുണ്ടെങ്കിൽ CTB എത്തിക്കണേ, CTSB വെറ്റ്മിക്സ് ഒക്കെ വന്ന് പോയി CTSB എത്തി. എന്തായാലും സിമെൻറ്റിൻ്റെ ആ ഒരു പവർ ഇങ്ങനെ കാണുന്നുണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ തൂണുകൾക്ക് കളർ ചെയ്യുന്ന പണികളും ബീമുകൾക്ക് കളർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ ഇനി ടാറിങ് ബാക്കിയുണ്ട്. അവിടെയൊക്കെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയി ലെവലാക്കാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കാലം മുമ്പ്, ഏകദേശം 1 വർഷം മുമ്പ് സർവീസ് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് എരപ്പായി കിടക്കായിരുന്നു. ഇത് 2ാമത് ടാർ ചെയ്താട്ടോ, സർവീസ് റോഡ് 2ാമത് ടാർ ചെയ്താണ്. ഇതുണ്ടെങ്കിൽ സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇതുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് മുറിച്ചടക്കുന്നുണ്ടോ ആൾക്കാർ കേട്ടോ. സ്കൂൾ കുട്ടികളുണ്ട്, വലിയ ആളുകളുണ്ട്, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പുതിയ ഹൈവേയിലൂടെ അല്ല വാഹനങ്ങൾ കടത്തി വിടുന്നത്. അവിടെ കുറച്ച് പണി പറഞ്ഞാൽ പണി തീർന്നുകണേ. എടക്കയ്യൂർ ഭാഗത്തൊക്കെ പണി തീർന്നുകണ കേട്ടോ. താമസിയാതെ ഇതിലൂടെ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കാപ്പിരിക്കാട് മുതൽ ചാവക്കാട് മണത്തല വരെ ഈ ഒരു കാണുന്ന ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും. ഈ ഒരു ഭാഗത്ത് 10 കിലോമീറ്ററിലധികം നീളമുള്ള സ്ഥലത്ത് കാര്യമായിട്ട് പണി നടക്കാനുണ്ടായിരുന്നത് എടക്കയ്യൂർ ഭാഗത്താണ്. എടക്കയ്യൂർ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞു കേട്ടോ. അവിടെയൊക്കെ മണ്ണിട്ട് ചേർത്തുന്ന പണികൾ കഴിഞ്ഞു. ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അത് എടക്കയ്യൂരാണ്. എടക്കയ്യൂരൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു എടക്കയ്യൂരൊന്നും പണികൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ആ ഒരു CTSBൻ്റെ പണി അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാസർഗോഡ്, മലപ്പുറം ജില്ലയിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല വേഗത്തിൽ ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോൾ ആ ഒരു വർത്തമാനം തൃശ്ശൂർ ജില്ലയിൽ എത്തുമ്പോൾ പറയണം. കാരണം തൃശ്ശൂർ ജില്ലയിലാണ് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവാലയ കമ്പനിയാണ് ഇവിടുത്തെ പണി ചെയ്യണം കേട്ടോ. കൊല്ലം ബൈപ്പാസിലും കൊല്ലം ജില്ലയിലും അവർ പണി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൊല്ലത്തും കുറച്ച് സ്പീഡിലാണ് പണികൾ നടക്കുന്നതെന്ന്. ഇവരെ റീച്ചിലാണ് കൊല്ലം ജില്ലയിലെ ആ ഒരു ദേശീയപാതയുടെ വാളൊന്നായിട്ടുണ്ട് ഇടിഞ്ഞു വീണില്ലേ, ഇവരെ റീച്ചിലായിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തെക്ക് ഭാഗത്തേക്ക് പോയിട്ട് കുറേ ആയില്ലേ, ഇനി അങ്ങോട്ട് കുറച്ചൊരു മെനക്കെടണം. കാരണം നമ്മൾ കുറേ ആയി പറയണോ നോർത്തിലെ മറ്റുള്ള ഭാഗത്തെ റോഡുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇതുവരെ നമുക്ക് കണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇതുവരെ നമ്മളെങ്ങനെ യാത്ര ചെയ്തതിന് ട്രെയിനിലും ഒക്കെയാണ്. ട്രെയിനിലൊക്കെ പോയിട്ട് ഈ ഉൾഗ്രാമങ്ങളുടെയും അതേപോലെ കുറേ ടൗണൊക്കെ വിട്ടിട്ടാണ് പുതിയ ഹൈവേകളും എക്സ്പ്രസ് വേകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല. പിന്നെ കുറേ പൈസയ്ക്ക് ചിലവുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോ ചെയ്യൽ കുറച്ച് ബാക്കിലാണ്. അതായത് അത് എപ്പോഴെപ്പോഴും വീഡിയോ അല്ല, നമ്മളിഞ്ഞൊരു 2 മാസം നല്ല പോലെ മെനക്കെട്ടിട്ട് മാക്സിമം വീഡിയോ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് അധികം അതിനകത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഇൻഷാ അല്ലാ നമ്മളത് പഴയ ഒരു ബൈക്കാണ്, 2014 ബൈക്കാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ബൈക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഇറങ്ങും ഇൻഷാ അല്ലാ. അതാണ് ഇപ്പോൾ നമ്മളെ ആഗ്രഹം. ആദ്യം കർണാടക, ഗോവ, മഹാരാഷ്ട്ര, അങ്ങനെ പുതിയ പ്രോജക്റ്റുകളൊക്കെ കവർ ചെയ്തിട്ട് ഇങ്ങനെ, അതായത് നമ്മളെ സ്വന്തം ബൈക്കിൽ സഞ്ചരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തൊക്കെ ആണെങ്കിലും പോകാം. മറ്റേത് ടൗണിൽ പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാനും മറ്റൊക്കെ ഭയങ്കര ചിലവും കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ അതാണ് നമ്മളെ പ്ലാന്. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. കാരണം ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കയറി വരുന്ന ഉറക്കമില്ലാത്തൊരു സംഭവമാണ്. ഇതിന് കുറേ കാലമായി ആലോചിച്ച് ഭ്രാന്താണ് ഒരു സംഭവമാണിത്. ഇങ്ങനെ ആലോചിച്ച് രാത്രി ഉറക്കില്ലാതെ നിൽക്കാന്നുണ്ടെങ്കിൽ തലയിലെ മുടിയൊക്കെ പോയിക്കാണ്ട് എരപ്പാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു 3 മാസത്തിനുള്ളിൽ അതിൻ്റെ തീരുമാനം നമ്മൾ എടുത്തിരിക്കും. ഒന്നെങ്കിൽ അതാണ്ട് ഡ്രോപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പൈസ അയക്കാന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര പോവുകയും ചെയ്യും. ഏതായാലും സുഹൃത്തുക്കളെ അതിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടു. ആ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ്. ആ ഭാഗമൊക്കെ ഒരുപാട് ഭാഗം നമ്മൾ കാണിച്ചതാണ്.
റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് എടക്കയൂർ മുമ്പിൽ ഒരുപാട് സ്ഥലത്ത് റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. തിരുവത്ര ഭാഗത്തൊക്കെ തോന്നുന്നു ഒരു 6 മാസം മുമ്പ് റോഡ് മാർക്കിംഗ് കഴിഞ്ഞതാണ്. ഏതായാലും ഈ ഒരു ഭാഗം എടക്കയൂർ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നില്ല. അറിയുന്ന ആളുകൾ, ഇതിലൂടെ ഡെയിലി പോകുന്ന ആളുകൾ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടില്ല. ഇതിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എടക്കയൂർ കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. RE പാനൽ വെച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതാ ഇപ്പോൾ ഈ ഒരു കോലത്തിലായത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 4-5 മാസമായിട്ടുണ്ടാവും. 5 മാസം മുമ്പാണ് വീഡിയോ ചെയ്തത് എന്ന് തോന്നുന്നു. ഏതായാലും ഇതാ ആ ഭാഗം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ മാത്രമായിരുന്നു കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നത്. ഈ ചാവക്കാട് എത്തുന്നത് വരെ, അതായത് കാപ്പിരിക്കാട് കഴിഞ്ഞ് ചാവക്കാട് എത്തുന്നത് വരെ ഇവിടെ മാത്രമായിരുന്നു കുറച്ചധികം പണി ബാക്കിയുണ്ടായിരുന്നത്. ഇതാണ് എടക്കയൂർ അങ്ങാടി. ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിന് പറ്റില്ലേനി. ചാവക്കാട് എത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയൊരു അങ്ങാടി ഇതാട്ടോ. അകലാട് കുഴപ്പമില്ല. അകലാടിനേക്കാൾ കുറച്ചും കൂടി ഇന്ന് മുന്നിലുള്ളത് ഇതാണ്, ഈ എടക്കയൂരാണ്. ഇവിടെ എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തത് കേട്ടോ. ഇന്നത്തെ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ മാർക്കിംഗ് കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫുള്ള് സെറ്റ്. ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഭംഗിയിലെ എന്താണ് ആ മണ്ണും JCB ക്രെയിനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, എന്താ സെറ്റ്. ആ ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു വളവാണ് റോഡിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് ഡ്രോണിലെ വീഡിയോ ചെയ്യുമ്പോൾ. അല്ലാതെ അതിലൂടെ പോകുമ്പോൾ അത്ര ഹൈലൈറ്റ് അല്ല. ഡ്രോണിന്നും അതേപോലെ ഫോട്ടോ, ആകാശത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഈ വളവുണ്ടാകുമ്പോൾ റോഡിന് പ്രത്യേക മൊഞ്ചാണ്. ഏതായാലും സുഹൃത്തുക്കളെ, എടക്കയൂരിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ എക്സ്പാൻഷൻ ജോയിനിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കൂടി ഇനി ചിലപ്പോൾ ലോ ടെസ്റ്റിംഗ് ഉണ്ടാവും കേട്ടോ. ലോ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി കോഴിക്കോട് നിന്ന് ഒരാൾക്ക് ഗുരുവായൂരിലേക്ക് പോകണമെങ്കിൽ 2 ടോൾ പ്ലാസ കൊടുത്താലും സുഖമായിട്ട് ഈ ഒരു പുതിയ ഹൈവേയിലൂടെ പോകാം. കൂരിയാട് ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകും വൈകുന്നേര സമയങ്ങളിൽ. കൂരിയാട് ഒരു 45 ദിവസം കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കൂരിയാട് ചിലപ്പോൾ അതിന് മുന്നേ തീരുട്ടോ. 45 ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ കണ്ട് എറിഞ്ഞിട്ടതാണ്. മാർച്ച് ആകുമ്പോഴത്തേന് അതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്നതാണ് അന്ന് കേന്നാറിന് ആൾക്കാർ നമ്മോട് പറഞ്ഞിരുന്നത്. ഏതായാലും മാർച്ച് ആയിട്ടില്ല. അവസാന സ്പാനിലുള്ള ഗഡർ വെക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂരിയാട് ബ്ലോക്കും കൂടിയാണ്ട് തീർന്നുകാന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾക്ക് ഗുരുവായൂരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചാവക്കാട് വരെ സുഖമായിട്ട് ഹൈവേയിലൂടെ എങ്ങനെ വരാം. ഇവിടെ ഒന്നും സർവീസ് റോഡിലേക്കുള്ള ലൈറ്റുകൾ വെച്ചിട്ടില്ല. ഇവിടെയൊക്കെ മെയിൻ ഹൈവേയിലേക്കുള്ള ലൈറ്റുകൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. സർവീസ് റോഡിലേക്കുള്ള ലൈറ്റുകൾ വരുന്നതാണ്. തിരുവത്ര ഈ ഭാഗവും തുറന്നു കൊടുത്തിട്ടില്ല. അറിയുന്ന ആൾക്കാർ ഇതിലൂടെ എങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ. അല്ലാതെ ദീർഘദൂര യാത്രക്കാരും അറിയാത്ത ആൾക്കാരൊന്നും ഇതിലൂടെ പോകുന്നില്ല. ഇവിടെയും ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പണി കഴിഞ്ഞതാട്ടോ. എന്താണ് അങ്ങോട്ടാണല്ലോ ക്യാമറൻ്റെ ക്ലിയർ, ഇങ്ങോട്ട് സൂര്യൻ്റെ ഇതുള്ളതുകൊണ്ട് തീരെ ക്ലിയർ ഇല്ല. എന്താണ് ഒരാഴ്ച കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞ് പോകാനുള്ള റോഡാണ്. ഇപ്പോൾ കുറച്ച് ദൂരത്തിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളെ റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തോ എന്നുള്ള ചോദ്യം വന്നേക്കാം. സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കേട്ടോ. സർവീസ് റോഡ് നല്ല വീതി ഉണ്ട്. പക്ഷേ ഇനി ഫുട് പാത്ത് എങ്ങനെയാണ് വരിക എന്നറിയില്ല. പല സ്ഥലത്തും ഫുട് പാത്തിന് അതിനനുസരിച്ചുള്ളൊരു വീതി ഇല്ല. ഇവിടെ ബ്ലോക്ക് ചെയ്ത് നോക്കണ്ടേ. ഇതിൻ്റെ ഇടയിലുള്ള പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അല്ലറ ചില്ലറ പണികളോ ചിലപ്പോൾ ലോ ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവും. ബ്രിഡ്ജ് ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യണമല്ലോ. അണ്ടർപാസിൻ്റെ മുകളിൽ ടെസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ബാക്കി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഫുള്ളായിട്ട് തുറന്നു കൊടുക്കാത്തത്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയറങ്ങൾ ചാവക്കാട് മണത്തല ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ്സാണ്. അണ്ടർപാസ് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ചാവക്കാട് ബൈപ്പാസ് ആണ്. ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ മണ്ണുട്ടി ഉയർത്തുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ മണ്ണിൻ്റെ മണലൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ആ ഒരു ഭാഗത്താണ് സുഹൃത്തുക്കൾ ഇപ്പോഴത്തെ കണ്ടങ്ങൾ റോഡ് മാർക്കിംഗ് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു. ഏതായാലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കുറച്ച് ബാക്കിലാണ്. ഏതായാലും അണ്ടർപാസിൻ്റെ ചാവക്കാട് ടൗണിലേക്ക് പോകുന്ന ആ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ, ചാവക്കാട് ബൈപ്പാസിൻ്റെ ആ ഒരു അണ്ടർപാസ്, അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള മണത്തല ഭാഗത്തേക്കുള്ള സൈഡിൽ ഇതാ റോഡ് മാർക്കിങ്ങും റോഡിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റ് വെക്കുന്ന പണികൾ ബാക്കിയുണ്ട്. ഏതായാലും സംഭവം സെറ്റ്. അപ്പോൾ ഇനി കാപ്പിരിക്കാടൊക്കെ കഴിഞ്ഞ് അണ്ടത്തോട് മുതൽ ചാവക്കാട് വരെ സുഖമായിട്ട് പോകാം. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ബ്ലോക്ക് ഉള്ളൂ. ബ്ലോക്ക് താമസിയാതെ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും. ഇടയ്ക്കൊരു നമ്മൾ കണ്ട ആ ഒരു എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ ആ ഒരു വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം
അവിടെ ബ്ലോക്ക് ചെയ്തത്. അത് 3 ദിവസം കൊണ്ട് ചിലപ്പോൾ അത് തീരും. ചിലപ്പോൾ ലോ ടെസ്റ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം എടുക്കും കേട്ടോ. അപ്പോൾ ചാവക്കാട് ബൈപ്പാസിലും വേഗത കൂടിയിട്ടുണ്ട്. ബൈപ്പാസിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കാര്യമായിട്ട് ആ പുല്ലും കാടും ഇതൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കുറച്ച് വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെയും മതിലകത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടത്. മലപ്പുറം ജില്ലയുടെ അതിർത്തി കാപ്പിരിക്കാട് കഴിഞ്ഞതിന് ശേഷം അണ്ടത്തോട് മുതൽ ചാവക്കാട് മണത്തല വരെയുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടത് കേട്ടോ. കുറച്ച് കാലമായി നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 20 ദിവസത്തിൽ 3 ആഴ്ചയിലേറെയായി. നമ്മൾ ലാസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ ആ ഒരു കാഴ്ചയാണ്. നല്ല വെയിലാട്ടോ, വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുകയാണ്. രാവിലെ പെച്ചച്ചോറ് തിന്നാണ്ട്, അതായത് അത്താഴത്തിന് ചോറ് നിന്നിട്ട് സുബീസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയതാണ്. ഇപ്പോൾ 9:30 9:35 9:35 ഇപ്പോൾ ചാവക്കാടാണ്. ഇവിടുന്ന് നേരെ തിരിച്ചു പോകണം. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം കൊണ്ടുണ്ട് 4-5 മാസത്തോളം 3-4 എത്ര എന്തായാലും കുറച്ച് മാസങ്ങളായി. അത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീച്ചിൽ ഈ ഒരു ഭാഗത്ത് പണികൾ പെട്ടെന്ന് തീർത്ത് ഭാഗികമായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അത് ഇപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ എടക്കയ്യൂർ ഭാഗത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ചാവക്കാട് അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പണിയായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഭാഗത്ത് ചാവക്കാട് വരെ അണ്ടത്തോട് മുതൽ ചാവക്കാട് വരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ ഈ ഒരു ഭാഗം ഈ ഒരു മണത്തല വരെയുള്ള ഭാഗം ദേശീയപാത ഭാഗികമായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പം മച്ചാമാർ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് മെയിൻ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ രാജ്യം മൊത്തം നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.